ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 1 ആൻഡ് 2 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റെ കോംറ്റെ. സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റെ കോംറ്റെ. സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റെ കോംറ്റെ. ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് GS ഖുര്യ. ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് GS ഖുര്യ. ജൈവ പരിണാമ സിദ്ധാന്തം ആരുടെയാണ്? ചാൾസ് ഡാർവിൻ. ജൈവ പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ. ജൈവ പരിണാമ സിദ്ധാന്തം ആരുടെയാണ്? ചാൾസ് ഡാർവിൻ. യൂറോപ്പിലെ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട 3 ചിന്തകന്മാരുടെ പേരുകൾ. യൂറോപ്പിലെ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട 3 ചിന്തകന്മാരുടെ പേരുകൾ. റൂസോ, ചാൾസ് ഡാർവിൻ, മൊണ്ടോസ്കി. റൂസോ, ചാൾസ് ഡാർവിൻ, മൊണ്ടോസ്കി. റൂസോ, ചാൾസ് ഡാർവിൻ, മൊണ്ടോസ്കി. ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നരവംശശാസ്ത്രം. ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നരവംശശാസ്ത്രം. ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നരവംശശാസ്ത്രം. സമൂഹശാസ്ത്ര സങ്കല്പം ആര് മുന്നോട്ട് വെച്ച ആശ്രയമാണ്? C. റൈറ്റ് മിൽസ്. സമൂഹശാസ്ത്ര സങ്കല്പം ആര് മുന്നോട്ട് വെച്ച ആശ്രയമാണ്? C. റൈറ്റ് മിൽസ്. അപ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പം C. റൈറ്റ് മിൽസ്. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖ രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖ രാഷ്ട്രീയ സമൂഹശാസ്ത്രം. എന്താണ്? രാഷ്ട്രീയ സമൂഹശാസ്ത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങൾ സൂചിത സംഘങ്ങൾ. വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങൾ സൂചിത സംഘങ്ങൾ. വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങൾ സൂചിത സംഘങ്ങൾ. സമപ്രായക്കാരുടെ സംഘം സമസംഘം. സമപ്രായക്കാരുടെ സംഘം സമസംഘം. സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഘടനാപരമായ അസമത്വം സാമൂഹിക ശ്രേണീകരണം. സാമൂഹിക ശ്രേണീകരണം എന്താണെന്ന് 2 മാർക്സ് ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പം എന്താണ്? സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വം. സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വം, അതാണ് സാമൂഹിക ശ്രേണീകരണം. അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപം അടിമത്വം. അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപം അടിമത്വം. അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപം അടിമത്വം. സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ ഡാഷ് എന്ന് പറയുന്നു. വർഗം. സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ വർഗം എന്ന് പറയുന്നു. സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ വർഗം എന്ന് പറയുന്നു. സാമ്പത്തിക ബന്ധങ്ങളാണ് അസമത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് മാക്സ് വെബർ. സാമ്പത്തിക ബന്ധങ്ങളാണ് അസമത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് മാക്സ് വെബർ. സാമ്പത്തിക ബന്ധങ്ങളാണ് അസമത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് മാക്സ് വെബർ. ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന വർഗങ്ങൾ. യജമാനൻ, അടിമ. ആഭിജാതൻ, സാധാരണക്കാരൻ. പ്രഭു, അടിയൻ. മുതലാളി, തൊഴിലാളി. ഇത് വൺ വേർഡായിട്ട് ചോദിക്കാം. ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അടുത്തത് ഡാഷ് ഇട്ട് ചോദിക്കാം. യജമാനൻ ആണെങ്കിൽ അടിമ. അടിമ എന്ന് തന്നേക്കണമെങ്കിൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും? യജമാനൻ. ആഭിജാതൻ, സാധാരണക്കാരൻ. പ്രഭു, അടിയാൻ. മുതലാളി, തൊഴിലാളി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹിക സ്ഥാനം ആരോപിത പദവി. ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹിക സ്ഥാനം ആരോപിത പദവി. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനം പദവി. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനം പദവി. താരതമ്യ പഠനത്തിന് മാനദണ്ഡമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ സൂചിത സംഘങ്ങൾ. താരതമ്യ പഠനത്തിന് മാനദണ്ഡമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ സൂചിത സംഘങ്ങൾ. ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് എന്ന വികാരം കുറേയെങ്കിലുമുള്ള ഒരു മനുഷ്യ സംഘം സമുദായം. ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് എന്ന വികാരം കുറേയെങ്കിലുമുള്ള ഒരു സമൂഹ സംഘമാണ് സമുദായം. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള പഠനം സമൂഹശാസ്ത്രം. മനുഷ്യൻ്റെ സാമൂഹിക
സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള പഠനം സമൂഹശാസ്ത്രം. അമേരിക്കയിൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ. അമേരിക്കയിൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ. നെക്സ്റ്റ്, പിരമിഡ് എയിലും പിരമിഡ് ബിയിലും അടങ്ങിയിരിക്കുന്ന പദവികൾ വിശകലനം ചെയ്യുക. അപ്പോൾ എയിൽ എന്തൊക്കെയുണ്ട്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ. പിരമിഡ് ബിയിൽ IAS ഓഫീസർ, സൂപ്രണ്ട്, ക്ലർക്ക്, പ്യൂൺ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഏത് പദവിയാണെന്ന് നോക്കാം. ആദ്യത്തെ പിരമിഡ് എ നമുക്കറിയാം ജന്മനാ കിട്ടുന്നതാണ്. അപ്പോൾ അതെന്താണ്? ആരോപിത പദവിയാണ്. ജന്മനാ കിട്ടുന്നത് എപ്പോഴും ആരോപിത പദവിയാണ്. അടുത്ത പിരമിഡ് ബിയിൽ IAS ഓഫീസർ, സൂപ്രണ്ട്, ക്ലർക്കൊക്കെ എന്താണ്? നമ്മൾ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്? ആർജിത പദവി. അപ്പോൾ രണ്ടാമത്തെ പിരമിഡ് ആർജിത പദവിയും ഒന്നാമത്തെ പിരമിഡ് ആരോപിത പദവിയും.